ഹായ് ഗൈസ്, എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആദിൽ നൂറ അതേപോലെ ഫൈസൽ മലബാർ ഇവരുടെ ഹൗസ് വാമിംഗ്, ഫൈസൽ മലബാറിന്റെ ഹൗസ് വാമിങ്ങുമായി ബന്ധപ്പെട്ട് ആദിൽ നൂറയെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫൈസൽ മലബാർ ആരാണെന്ന്. അതായത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഡയറക്ടറാണ്. പിന്നെ നിരവധി റീൽസിലൂടെയൊക്കെ എല്ലാവർക്കും പരിചിതമാണ്. അതായത് സാമൂഹികമായിട്ടുള്ള പല കാര്യങ്ങളിലും, അതായത് ക്ഷേമകാര്യങ്ങൾ, സാമൂഹിക ക്ഷേമകാര്യങ്ങളിൽ ചെയ്യുന്നതായിട്ടുള്ള പല റീൽസും വീഡിയോസും എല്ലാം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അത് റീൽസിലും വീഡിയോയിലും മാത്രമാണ് എന്നുള്ളത് തെളിയിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ വിവാദം വന്നിരിക്കുന്നത്. അപ്പോൾ ഫൈസൽ മലബാറിന്റെ പുതിയ വീടിന്റെ പാലുകാച്ചലിന് എല്ലാ സാമൂഹികമായ, രാഷ്ട്രീയമായിട്ടുള്ള, അതേപോലെ കലാപരമായിട്ടുള്ള പല പ്രമുഖരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഉൾപ്പെടുന്ന രണ്ടുപേരാണ് നമ്മുടെ ലെസ്ബിയൻ കപ്പിളായ, കേരളത്തിന്റെ ലെസ്ബിയൻ കപ്പിൾസായ ഫേമസ് ആയ, അതായത് ബിഗ് ബോസിൽ ഈയിടയിൽ വന്നുപോയ ആദിൽ നൂറ. അപ്പോൾ ഇവരെ ഇതിലേക്ക് ക്ഷണിക്കുകയും അതേപോലെ അവർ വരികയും സഹകരിക്കുകയും പങ്കെടുക്കുകയും അതേപോലെ എല്ലാവരെയും പോലെ തന്നെ ഒരു ഇന്റർവ്യൂ എടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് പോയതാണ്. വളരെ നല്ല രീതിക്ക് പോയതെന്ന്. അതിനുശേഷമാണ് വിവാദം പുറപ്പെടുന്നത്. കുറെ മതഭ്രാന്ത് പിടിച്ച കുറെ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അപ്പൊ അവർ പലരും കമന്റ്സിലൂടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ പുള്ളിക്കാരന്റെ ഇൻസ്റ്റാഗ്രാം പേജിലായാലും ഫേസ്ബുക്ക് പേജിലാണെങ്കിലും നിരവധി ആൾക്കാർ, ഇതേപോലുള്ള ആൾക്കാർ, കൃമി കീടങ്ങൾ, അവര് വന്ന് കമന്റ്സിലൂടെ ഓരോരോ കമന്റുകളായിട്ട് പറയുകയും, അതായത് അവരുടെ മനസ്സിലുള്ള ഈ മതഭ്രാന്ത് അവർ വെളിയിലേക്ക് കമന്റ്സിലൂടെയാണ് പുറത്തുവിടുന്നത്. അങ്ങനെ അവർ പറയുന്നത്, ഇങ്ങനെയുള്ള ലെസ്ബിയൻ കപ്പിൾസായ, അതായത് തങ്ങളുടെ മതങ്ങൾക്കെതിരായിട്ടുള്ള ഇങ്ങനെയുള്ള ആൾക്കാരെ ക്ഷണിച്ചതിലൂടെ നിങ്ങൾ ഒരു സാമൂഹിക തിന്മ ചെയ്തിരിക്കുന്നു, വലിയ പാപം ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കമന്റ്സുകൾ വരികയും ഭയങ്കര ഒരു സൈബർ അറ്റാക്ക് ഉണ്ടാകുകയും ചെയ്യുന്നു. അതിന്റെ പിന്നോടിയായിട്ട് ഫൈസൽ മലബാർ പിന്നീട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുകയും അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ബിസിനസ് പരമായിട്ടാണോ ഇനി പുള്ളിക്കാരന്റെ മനസ്സിലുള്ളതാണോ വെളി വന്നതെന്ന് നമുക്കറിയത്തില്ല, അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു. അവരെ അനുകൂലിച്ചുകൊണ്ട് അതിനെല്ലാം ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയാണ് ചെയ്തത്. അതാണ് പുതിയ വിവാദം വരാൻ കാര്യമായത്. ഇങ്ങനെ പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ സാമൂഹികമായി ഭയങ്കരമായി പല കാര്യങ്ങളും, പല നന്മകളും ചെയ്യുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നത്, ആളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വെളിയിൽ വന്നതാണ് എന്ന് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കുന്ന രീതിയിലാണ് ആ പോസ്റ്റ് വന്നേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരമാണ് അതിഥി ദേവോ ഭവ എന്നുള്ളത്. അതായത് നമ്മൾ ക്ഷണിക്കപ്പെടുന്നതും ക്ഷണിക്കപ്പെടാത്ത ആരായാലും അതിഥിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ ദൈവതുല്യം കാണണം എന്നാണ് അതിനർത്ഥം. അങ്ങനെയാണ് നമ്മുടെ സംസ്കാരവും, ഒരു ഭാരതീയന്റെ സംസ്കാരവും അത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ആദിൽ നൂറയെ ക്ഷണിച്ച് അവിടെ കൊണ്ടുവന്നു, അവര് സഹകരിച്ചു. അവർ പോയി കഴിഞ്ഞ ശേഷം ഇതേപോലുള്ള ഓരോരുത്തരുടെ മൂഡ് താങ്ങാൻ വേണ്ടിയിട്ട് ഫൈസൽ മലബാർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിൽ വളരെയധികം തെറ്റാണ്. നമ്മുടെ ഭാരത സംസ്കാരത്തിന് ചേർന്ന രീതിയിലല്ല പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. മുൻപും അത് തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്തേക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സിന്ദൂർ വിഷയം നടക്കുന്ന സമയത്താണ് ഒരു പാകിസ്ഥാനി വ്ളോഗറെ കൊണ്ടുവന്ന് ഗൾഫിൽ അവിടെയുള്ള ഒരു പുള്ളിക്കാരൻ്റെ ഒരു ഷോറൂം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. അത് ഭയങ്കര വിവാദമായിട്ടുണ്ടായിരുന്നു. അപ്പം അത് പ്രശ്നം നടന്ന് വിവാദമൊക്കെ ഒന്ന് അടങ്ങി വരുമ്പോഴാണ് പുതിയ വിവാദമായിട്ട് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. അതായത് ഈ സിന്ദൂർ പ്രശ്ന സമയത്ത് ഇന്ത്യക്കെതിരെ പലതവണ പോസ്റ്റുകൾ ഇടുകയും, അങ്ങനെ ഒരു വ്ളോഗറിനെയാണ്, ഒരു യൂട്യൂബ് വ്ളോഗറിനെയാണ് പുള്ളിക്കാരൻ ഇതേപോലെ ഷോറൂം ഉദ്ഘാടനത്തിനായിട്ട് കൊണ്ടുവന്നത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് ദേശീയതയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ മാനസിക വൈകൃതമാണോ, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ആദില നൂറ ബിഗ് ബോസിൽ ഇപ്പം പോയിട്ട് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം ബിഗ് ബോസിൽ അവരുടെ നിലപാടിലൂടെ എനിക്ക് വലിയ യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഇറങ്ങിയതിന് ശേഷം നൂറയുടെ ബർത്ത്ഡേക്ക് ആഘോഷിക്കുന്ന ആദ്യത്തെ പ്രോഗ്രാമാണിത്. അവർ ആദ്യമായിട്ടാണ് ഒരു വേദിയിലേക്ക് വരുന്നത്. അപ്പോൾ വേദിയിലേക്ക് വന്നു, ക്ഷണിക്കപ്പെട്ട് വന്നതാണ്. വന്നു, അവർ നല്ല രീതിക്ക് സംസാരിച്ചു. അതിനുശേഷം അവർ ഭക്ഷണം കഴിച്ച് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെ ഇരിക്കും നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ, ഇത്തരം വിവാദമായ സ്ഥിതിക്ക്. അപ്പൊ കേരളത്തിലെ ഒരു ലെസ്ബിയൻ കപ്പിൾസ് എന്ന നിലയിൽ ഭയങ്കരമായിട്ടുള്ള ന്യൂസും കാര്യങ്ങളും വിവാദമൊക്കെ അന്ന് ആ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അതായത് നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പം കേസ് പോയിട്ടുണ്ടായിരുന്നു സെയിം സെക്സ് മാരേജുമായിട്ട് ബന്ധപ്പെട്ട്. അത് സുപ്രീം കോടതി പോലും ഒന്നും ആയിട്ടില്ല, ഒരു തീരുമാനമായിട്ടില്ല. സുപ്രീം കോടതി വരെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു നിയമ ഭേദഗതി ഒന്നും ആയിട്ടില്ല. സുപ്രീം കോടതി വരെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് ഒരു നിയമ ഭേദഗതി കൊണ്ടുവരട്ടെ, തീരുമാനിക്കട്ടെ എന്നാണ്. എന്തുകൊണ്ട് പാർലമെന്റിൽ ഇങ്ങനെ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരാത്തതും അതെന്താന്നുള്ളത് നമ്മുടെ ഇന്ത്യയിലുള്ള മതങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും അത്രയും വില കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ചില മതങ്ങൾക്കും ആചാരങ്ങൾക്കും ഇതൊരു എതിരാണ്. അപ്പം അതുകൊണ്ടാണ്, അതായത് അവരെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഒരു നിയമ ഭേദഗതി വരാൻ പാർലമെന്റിൽ പാസ്സാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങ് എങ്ങും എത്താതെ ഇങ്ങനെ പോകുന്നത്. പക്ഷെ നമുക്ക് ഇന്ത്യൻ ഭരണഘടന പ്രകാരം
ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യം, ജീവിതത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യം, വ്യക്തി അഭിപ്രായങ്ങളും ഹനിക്കാനും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരു ന്യൂട്രൽ എന്ന നിലയിൽ അവർക്ക് ഒരു നിയമ ഭേദഗതി ഇല്ലെങ്കിൽ തന്നെയും സമൂഹത്തിൽ അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, കാര്യങ്ങളുണ്ട്. ഇതൊരു ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ഹോർമോണൽ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്നതാണ്, സയന്റിഫിക്കലി പ്രൂവ് ആണ്. അത് സൊസൈറ്റി അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അത് അവർ ആ കമ്മ്യൂണിറ്റി തന്നെയാണ് തീരുമാനിക്കേണ്ടത്. കാര്യം അവരാണ് മുമ്പോട്ട് വരേണ്ടത്. സർക്കാരുമായിട്ട് ഇടപെട്ട് ഓരോരോ അവബോധം, ഓരോരോ അവയർനെസ് കൊണ്ടുവരിക ഓരോരോ സ്ഥലങ്ങളിൽ പോയിട്ട്. അത് അവരാണ് മുൻകൈ എടുക്കേണ്ടതും അവരാണ് ചെയ്യേണ്ടതും. എന്നാലേ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. കാര്യം കഴിഞ്ഞ നൂറ്റാണ്ടുകളിലും തന്നെ മാനസികമായിട്ട് ജീവിക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ ബോധം ഇപ്പോഴും കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അവരെ മനസ്സിലാക്കിയെടുക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. സ്വയം മാറത്തില്ല ആരും. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കി കൊണ്ടുവരിക. കുറെ അറിവില്ലാത്തവരുണ്ട്, അവരെ മനസ്സിലാക്കി കൊണ്ടുവരിക എന്നാണ് ചെയ്യേണ്ടത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള മതഭ്രാന്തന്മാരുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ് അവരുടെ മെന്റാലിറ്റി. അപ്പൊ അവര് നിങ്ങൾക്കെതിരെ സംസാരിക്കും. അപ്പൊ അത് മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. അപ്പൊ നിങ്ങൾ അത് മുമ്പോട്ട് വരെങ്കിൽ തന്നെ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യം ഒരാളെ അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി നിങ്ങളത് മാറിയേ പറ്റത്തുള്ളൂ എന്ന് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിക്കാർ, ചില ആൾക്കാർ വാശി പിടിക്കുന്നുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. കാര്യം എന്നാൽ എല്ലാവരുടെ അഭിപ്രായങ്ങളും അവർ സ്വന്തം അഭിപ്രായവും ഉണ്ട്. അപ്പൊ അവരെ മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങളത് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ, നിങ്ങളത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ, നിങ്ങളങ്ങനെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയാനും പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മനസ്സിലാക്കിയെടുക്കുക. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അവരെ മനസ്സിലാക്കിയെടുക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ എന്ന് നമുക്ക് വാശി പിടിക്കാനും പറ്റത്തില്ല. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു ഭൂരിഭാഗം ഇവരെ എതിർക്കുന്നത് മാതാപിതാക്കളുടെ ഇഷ്യൂ വെച്ചുകൊണ്ടാണ്. അതായത് ഇവർ കുറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മാതാപിതാക്കളെ മോശമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പം അവർക്കുണ്ടായ അനുഭവം കൊണ്ടാവാൻ ചിലപ്പോൾ അവരത് സംസാരിക്കുന്നത്. അത്രയും മോശമായ അനുഭവങ്ങൾ അവർ പറയുന്നുണ്ട്. അത് ഉണ്ടായിട്ടാവാൻ ചിലപ്പോൾ അവരത് സംസാരിക്കുന്നത്. ചിലപ്പം കള്ളം പറയുന്നതായിരിക്കാം, നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും ഓപ്പോസിറ്റ് ഇരിക്കുന്ന അവരുടെ കുടുംബത്തിനും അവർക്ക് ഒരു കേസുമായിട്ട് മുൻപോട്ട് പോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കാര്യം സോഷ്യൽ മീഡിയ പലയിടത്തായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് കേസിന് പോകാമല്ലോ, പോകാതിരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവര് അല്ലാതെ കേസിന് പോകേണ്ട, സമൂഹത്തിന് മുമ്പിൽ വരണ്ട എന്ന് കരുതുന്നവരാണ് എന്ന് ചിലവർ വാദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇടയിൽ സോഷ്യൽ മീഡിയയിൽ കുറെ വീഡിയോസ് ഒന്നും ഇവരുടെ ആദില നൂറയുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്കും കാണിച്ചുകൊണ്ട് കുറെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അവരുടെ വീട്ടുകാരും റിലേറ്റീവ്സും തന്നെ കൊടുത്തതായിരിക്കാം. കുറെ പ്രമുഖ സബ്സ്ക്രൈബേഴ്സ് ഉള്ള പ്രമുഖ ചാനലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവര് മുമ്പേ ഒന്നും കൊടുക്കാതെ ഇതൊന്നും അവരുടെ കയ്യിൽ കിട്ടത്തില്ല. അപ്പൊ അവര് അതിന് ശ്രമിക്കാതെ കേസുമായിട്ട് മുമ്പോട്ട് വേണമായിരുന്നു. അത് അവർ ചെയ്തില്ല. അത് അവരുടെ മിസ്റ്റേക്കാണ്. ഇനി ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ അത് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. കുറെ മാതാപിതാക്കളും ഉണ്ട് അതേപോലെ അച്ഛനും അമ്മയും വളരെ മോശമായിട്ട് പെരുമാറുന്നത് പക വെച്ചുകൊണ്ട് മക്കളുടെ ജീവിതം കളയുന്നവരും അങ്ങനെയുള്ള മാതാപിതാക്കളും ഉണ്ട്. അപ്പം അവർക്കെതിരെ മക്കൾ സംസാരിച്ചതിലോ അല്ലെങ്കിൽ നിൽക്കുന്നതിലോ അത് തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ സമൂഹത്തിൽ പല ടൈപ്പ് ആൾക്കാരും ഉണ്ട്. മക്കള് ഉണ്ട്, മാതാപിതാക്കളും ഉണ്ട് മോശമായിട്ട് കാണിക്കുന്നവർ. ഇപ്പൊ ഈ കേസിൽ ഈ ഫൈസൽ മലബാറിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരന്റെ വെബ്സൈറ്റിൽ തന്നെ ഇഷ്ടം പോലെ സ്ത്രീ ശാക്തീകരണവും അതായത് ഹ്യൂമാനിറ്റി ഒക്കെ വിളമ്പുന്ന നിരവധി വാചകങ്ങൾ വെബ്സൈറ്റിൽ ആമുഖമായിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ടൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരനെ പറ്റി തന്നെ പറയുന്നുണ്ട്. സമൂഹത്തിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പല റീൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സാമൂഹിക കല്യാണവും അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. പല ഹെൽപ്പും ഒക്കെ ചെയ്ത് വീഡിയോസ് ഒക്കെ ആക്കിയിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ ഒരാളെ ക്ഷണിച്ചിട്ട് ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞതിൽ യോജിക്കാൻ പറ്റത്തില്ല. പിന്നെ അതേപോലെ പണ്ടത്തെ പോലെയല്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഒരു ആധിക്യമുള്ള ഒരു കാലമാണ്. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാമൂഹികമായ പല കാര്യങ്ങൾ ചെയ്യുന്ന രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. അവരൊന്നും ഒരാൾ പ്രശസ്തിക്കും പെരുമയ്ക്കും വേണ്ടിയിട്ട്, ആൾ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ചില ആൾക്കാർ ആരും അറിയാതെയൊക്കെ ചെയ്യുന്നവരുണ്ട്, നല്ല ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച സോഷ്യൽ മീഡിയ വന്നതോടുകൂടി പ്രശസ്തിയും പെരുമയും മാത്രമല്ല അവരുടെ ബിസിനസ്സും കൂടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇവരത് മാറ്റിയെടുത്തേക്കുന്നത്. അതായത് ഒരു റീലിട്ട് ഇതങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് വിട്ട് തന്നെ അവരെ അത് ബിസിനസ്സിനെ അധികം കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുകയും അതൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലമാണ് നമ്മുടെ ഈ ഒരു കാര്യം. ഇപ്പം അതായത് തന്നെ ഈ ടാറ്റ മോട്ടോഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ രത്തൻ ടാറ്റ ഇപ്പം നമ്മൾ ഈ ഇന്ത്യൻ പ്രശ്നങ്ങളെല്ലാം വന്നപ്പം ഭയങ്കരമായിട്ട് പ്രളയവും അങ്ങനെ പല കാര്യങ്ങളും വന്നപ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു ഇന്ത്യക്കാരുടെ ഒരു മൊത്തത്തിലുള്ള മെന്റാലിറ്റി മാറിയിട്ടുണ്ടായിരുന്നു. അവരെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ അതായത് കൂടുതൽ കാറുകൾ അവരുടെ നിന്ന് വാങ്ങുക, കൂടുതൽ ടാറ്റ പ്രൊഡക്ട്സുകൾ വാങ്ങുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അതൊരു ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ബിസിനസ്സുകാരുടെ ആണെങ്കിലും അവരുടെ ഓരോ പ്രവൃത്തികളെയും അവരുടെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ചില ആൾക്കാർ, ചില ബിസിനസ്സുകാർ റീൽസ് ചെയ്യാൻ വേണ്ടി മാത്രം ചില ഇങ്ങനെയുള്ള സാമൂഹികമായ കാര്യങ്ങൾ ഇടപെടുന്നവരുണ്ട്. കാശ് ഇറക്കിയിട്ട് കാശ് വാരുന്ന പരിപാടി തന്നെ. അത് മനസ്സിലാക്കുക ജനങ്ങൾ. അങ്ങനെയുള്ളവരെ വേർതിരിച്ച് കാണുക. അപ്പൊ ഇങ്ങനെയുള്ളവരുടെ മാനസിക സ്ഥിതിയും കൂടി മനസ്സിലാക്കി മുമ്പോട്ട് പോവുക ജനങ്ങൾ. അത് എനിക്ക് പറയാനുള്ളതും. ഇപ്പൊ വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ കാര്യം. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് ചേർന്ന ഒരു കാര്യമല്ല. വിളിച്ചെടുത്തിട്ട് അപമാനിക്കുക എന്നുള്ളത് വളരെ മോശമായ കാര്യമാണ്. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ, അതായത്
ആദില നോറയെ വിളിച്ചതിന്റെ പേരിൽ ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന രീതിയിലുള്ള സംസാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള എല്ലാ മതത്തിലും മനുഷ്യരുടെ നല്ലതിന് വേണ്ടി, നന്മയ്ക്കും വേണ്ടിയിട്ടാണ്. അതായത് അവരുടെ ജീവിതത്തിനും അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നല്ലതിനും മാത്രമാണ് ഈ മതങ്ങളും ആചാരങ്ങളും എല്ലാം ഉള്ളത്. അത് മനുഷ്യരനെ സൃഷ്ടിച്ചതാണ്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുക, അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയാനുള്ളൂ. അപ്പൊ എന്റെ അഭിപ്രായം ഇതിൽ ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. ബൈ.